പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് തുടക്കം തന്നെ കടക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഒത്താശയോടുകൂടിയാണ് തൃശൂർ പൂരം കലക്കിയതെന്ന് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. ദേവസ്വത്തിലെ ചിലർ തൽപര കക്ഷികളുമായി ഗൂഢാലോചന നടത്തിയെന്ന റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിക്ക് സെപ്റ്റംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. RSS BJP നേതാക്കളുടെ പേര് മൊഴികളായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് ഗൂഢാലോചന നടത്തിയതെന്നത് റിപ്പോർട്ടിൽ പറയുന്നില്ല. VV വിനോദ് നൽകും കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഏറ്റവും പ്രധാനമായി ആദ്യം അറിയേണ്ടത് എന്തൊക്കെയാണ് ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നതെന്നാണ്? ഭവ്യ, കഴിഞ്ഞ ദിവസമാണ് ADGP MR കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയുള്ള വിജിലൻസ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ADGP തന്നെ നേരത്തെ തയ്യാറാക്കി DGPക്ക് നൽകിയ റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഒരു അട്ടിമറി നീക്കം നടന്നു. അത് തിരുവമ്പാടി ദേവസ്വത്തിലെ ഭാരവാഹികളാണ് ഇത്തരത്തിൽ അട്ടിമറി നീക്കം നടത്തിയത്. തൽപര കക്ഷികളുമായി ചേർന്നാണ് ഈ അട്ടിമറി നീക്കം നടത്തിയതെന്ന് പറയുന്നു. വലിയ വിവാദങ്ങളിലേക്ക് പോകാൻ ഇടയുള്ള ഒരു പരാമർശമാണ്. സ്വാഭാവികമായും തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതിനിധികൾ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ വൈകാതെ പ്രതികരണം നടത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്യന്തം ഗൗരവമുള്ള ഒരു കാര്യമാണ്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ഒരു ദേവസ്വം ശ്രമിച്ചു എന്ന ഏറ്റവും ഗുരുതരമായ പരാമർശങ്ങളാണ് ADGPയുടെ റിപ്പോർട്ടിലുള്ളത്. ഇതിലെ ഭാരവാഹികളുടെ പേരുകൾ എടുത്തു പറഞ്ഞാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നതും. അതേസമയം രാഷ്ട്രീയ പാർട്ടി ആരാണ് എന്നത് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് ഈ ഗൂഢാലോചനയും അട്ടിമറി നീക്കവും നടന്നത് എന്ന കാര്യം വ്യക്തമാക്കുന്നില്ല. MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നീക്കമാണ് ഉണ്ടായത്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബോധപൂർവം ചെറിയ പ്രശ്നങ്ങളെ ഊതി വീർപ്പിക്കുകയായിരുന്നു. ആ നീക്കങ്ങളിലൂടെ പൂരം അലങ്കോലപ്പെടുത്തി എന്ന കാര്യം ഇതിൽ പറയുന്നു. അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കാര്യം പറയുന്നു. അങ്കിത് അശോക് ആയിരുന്നു അന്നത്തെ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ. സിറ്റി പോലീസ് കമ്മീഷണറോട് അനിഷ്ടമുണ്ടായിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ അവർ ഈ ഒരു സമയം ആ തരത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു എന്ന കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. സെപ്റ്റംബറിലാണ് DGPക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. മാത്രമല്ല, ഇതിൽ മറ്റൊരു കുറ്റപ്പെടുത്തൽ കൂടിയുണ്ട്. ഇന്റലിജൻസ് വീഴ്ചയാണ് ഇതിൽ പറയുന്നത്. ഇന്റലിജൻസ് വീഴ്ച അതിൽ പറയുന്നത് ഈ തരത്തിലാണ്: ഇങ്ങനെ ഒരു അലങ്കോലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം കൈമാറിയിരുന്നില്ല. അതായത് അത് ലോ ആൻഡ് ഓർഡറിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെയോ അതിന് കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന ഒരു വരികൾക്കിടയിൽ വായിക്കാൻ കഴിയുന്ന പരാമർശമാണ് അത്. ഇന്റലിജൻസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടി പറയുന്നു. ആ സമയത്ത് ഇന്റലിജൻസ് ADGPക്ക് നേരെയാണ് ഈ ഒരു ആരോപണത്തിന്റെ മുന നീളുന്നത്. നമുക്കറിയാം, CPM സമ്മേളനം നടക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പോലീസിനെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നു. കഴിഞ്ഞ ദിവസം MR അജിത് കുമാറിന്റെ പേരെടുത്ത് തന്നെ വിമർശനം ഉയർന്നിരുന്നു. DGP റാങ്കിലേക്ക് അജിത്തിനെ ഉയർത്താനുള്ള തീരുമാനം, അതിനെതിരെയാണ് വിമർശനം ഉയർന്നത്. മാത്രമല്ല, അജിത് കുമാറിന് അങ്ങനെ DGP ആകണമെങ്കിൽ കോടതിയിൽ പോയി ആകട്ടെ, അങ്ങനെ നിയമപരമായ പോരാട്ടം നടത്തി ആകട്ടെ എന്ന കാര്യമാണ് പാർട്ടി പ്രതിനിധികൾ പറഞ്ഞത്. ഏതായിരുന്നാലും തുടരെയുള്ള ദിവസങ്ങളിൽ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് സ്വാഭാവികമായും അജിത് കുമാറിന്റെ ഭാഗം ന്യായീകരിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്തു, ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ വിവാദമായിരുന്നു, ആ തരത്തിൽ ഉള്ള തെറ്റുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായിരുന്നാലും ഇതിൽ RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവാദം നേരത്തെ നിലനിൽക്കുന്നുണ്ട്. എന്തിനാണ് MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതെന്ന് വ്യക്തമല്ലെന്നാണ് DGP സർക്കാരിനെ ധരിപ്പിച്ചത്. മാത്രമല്ല, MR അജിത് കുമാറിന്റെ ഈ റിപ്പോർട്ട് തന്നെ സർക്കാരിന് കൈമാറിയത് അപ്പാടെ DGP കൈമാറുകയായിരുന്നില്ല. മറിച്ച് MR അജിത് കുമാറിന്റെ സാന്നിധ്യം അന്ന് അവിടെ ഉണ്ടായിരുന്നു. തൃശൂർ പൂരം നടക്കുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ഇടപെട്ടില്ല, ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെട്ടില്ല എന്ന ഒരു സംശയം കൂടി ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശത്തോടു കൂടിയാണ് DGP ഈ റിപ്പോർട്ട് പിന്നീട് സർക്കാരിന് കൈമാറിയത്. ഭവ്യ, വിനോദ്, ഏറ്റവും പ്രധാനമായി ഇപ്പോൾ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് തിരുവമ്പാടി ദേവസ്വം എന്നുള്ള അതിപ്രധാനമായ അതിഗുരുതരമായൊരു വിമർശനമാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി നമുക്കറിയാം, തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവുമാണ് തൃശൂർ പൂരം. ഈ രണ്ട് ദേവസ്വങ്ങളും ഒന്നിച്ചുകൊണ്ടാണ് തൃശൂർ പൂരം കെങ്കേമമാക്കാറ്. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിരുവമ്പാടി ദേവസ്വം മുന്നിൽ നിന്നുകൊണ്ടാണ് പൂരം അലങ്കോലമാക്കിയതെന്ന് റിപ്പോർട്ടിൽ പറയുമ്പോൾ ഇനി
എന്ത് പ്രതീക്ഷിക്കണം? ഏറ്റവും പ്രധാനമായി തിരുവമ്പാടി ദേവസ്വത്തിനടക്കം നിർണായകമായ പ്രതികരണം വരേണ്ടതുണ്ട്. ഒരു കൈകഴുകൽ നടത്തിയതാണോ ADG MR അജിത് കുമാർ എന്ന് പോലും സംശയിച്ചു പോകുന്ന സാഹചര്യം. കാരണം CPI നമുക്കറിയാം വലിയ തരത്തിൽ വിമർശനം ഉന്നയിച്ച സാഹചര്യം ഉണ്ടായിരുന്നു MR അജിത് കുമാറിനെതിരെ. അല്പസമയം മുൻപ് വിനോദ് പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇരിക്കെ തന്നെ പ്രധാനമായും ADGPക്കെതിരെ വിമർശനം ഉയർന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിനൊക്കെ പശ്ചാത്തലമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കണം. MR അജിത് കുമാർ പൂരം അലങ്കോലമായതിന് തൊട്ട് പിന്നാലെ നൽകിയ ഒരു റിപ്പോർട്ടല്ല, മറിച്ച് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തു വരുന്നു. അതിനുശേഷമാണ് തിടുക്കപ്പെട്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതായത് ഏതാണ്ട് 5 മാസത്തിലധികം അദ്ദേഹം ഈ റിപ്പോർട്ട് സമർപ്പിക്കാതിരുന്നു. ഇതിന്മേൽ കാര്യമായ നടപടികളുമായി മുന്നോട്ട് പോയില്ല. അവിടെ തന്നെ ചില സംശയങ്ങൾ ജനിപ്പിച്ചിരുന്നു. ആ സംശയം ഉണ്ടായത് RSS നേതാക്കളുമായി പൂരത്തിന് മുൻപ് തന്നെ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ്. ഈ വിവരം വന്നതിന് പിന്നാലെയാണ് തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തിയുള്ള കാര്യങ്ങൾ പറയുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിന് ഇതിൽ സാമൂഹ്യ താൽപര്യക്കാരുമായി ചേർന്ന് പൂരം അട്ടിമറിക്കാനുള്ള നീക്കം നടത്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൂഢാലോചന ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന കാര്യം ഇതിൽ പറയുന്നത്. ഇത് കൃത്യമായും തിരുവമ്പാടി ദേവസ്വത്തിന് നേരെയാണ് ചെന്നു നിൽക്കുന്നത്. മാത്രമല്ല RSS BJP നേതാക്കളുടെ പേരുകൾ മൊഴിയുടെ ഭാഗം എന്ന നിലയിൽ ഇതിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് കാര്യങ്ങൾ BJP ആണോ ഈ പാർട്ടി എന്ന കാര്യം ഇതിൽ പറയുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. പക്ഷേ RSS BJP നേതാക്കളുടെ പേരുകൾ മൊഴി എന്ന നിലയ്ക്ക് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേവസ്വം ഒരു ഭാഗത്തിന് വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിഷയ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തി എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി പറയുന്നത്. ഭവ്യ, അതാണ് RSS BJP നേതാക്കളുടെ പേര് മൊഴികളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ തൽപര കക്ഷികൾ ആരെന്ന് പറയുന്നില്ല അല്ലെ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞല്ല ഇതിലുള്ളത്. പക്ഷെ കാര്യങ്ങൾ വ്യക്തമാണ്, എവിടേക്കാണ് പോയി നിൽക്കുന്നതെന്നത് വ്യക്തമാണ്. സ്വാഭാവികമായും നമുക്ക് അത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ താല്പര്യം ഏത് ഭാഗത്തേക്കായിരുന്നു, അല്ലെങ്കിൽ അവിടെ ആരാണ് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത്, അവിടെ സ്ഥാനാർത്ഥികൾ എത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ആംബുലൻസ് യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ വിവാദമായിരുന്നു. ഏതായാലും അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു പാർട്ടിയുടെ കാര്യം പറയുന്നതിൽ കൂടി അദ്ദേഹം നേരിട്ട ആരോപണമുണ്ട്. RSS നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്ന ആരോപണമുണ്ട്. ആ ആരോപണത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക. ഭവ്യ, തീർച്ചയായും അതാണ്. എന്തായാലും തൃശൂർ പൂരം കലക്കലിൽ DGP തള്ളിക്കളഞ്ഞ MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു. റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വത്തിന് രൂക്ഷ വിമർശനമാണുള്ളത്. ദേവസ്വത്തിലെ ചിലർ ഗൂഢാലോചന നടത്തിയെന്നും പൂരനാളിൽ ബോധപൂർവം കുഴപ്പമുണ്ടാക്കിയെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നീക്കമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അജിത് കുമാറിന്റെ ഈ റിപ്പോർട്ട് DGP തള്ളിക്കളഞ്ഞിരുന്നു. ഇനി പ്രധാനമായും പറയാനുള്ളത് എന്താണ് ദേവസ്വം ബോർഡിന്, പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇതിൽ പറയാനുള്ളത്? ആ തൽപര കക്ഷികൾ ആരെന്നുള്ള ചോദ്യമൊക്കെ ബാക്കി നിൽക്കുകയാണ്. VV വിനോദാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. പോലീസ് തലപ്പത്ത് വീണ്ടും പോര്. MR അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് P വിജയൻ പരാതി നൽകി. സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് DGPക്ക് അജിത് കുമാർ വ്യാജമൊഴി നൽകിയെന്നാണ് പരാതിയിൽ പറയുന്നത്. അജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് നൽകിയ പരാതി DGP സർക്കാരിന് കൈമാറി. VV വിനോദ് തന്നെ നൽകും കൂടുതൽ വിവരങ്ങൾ. വിനോദ്, P വിജയന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ MR അജിത് കുമാർ മൊഴി നൽകിയിരുന്നു, പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ അത് വ്യാജ പരാതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ P വിജയൻ പരാതി നൽകിയിരുന്നത്. പോലീസ് തലപ്പത്തെ പോര് തന്നെ ഇതിനൊക്കെ വഴിവെക്കുന്നു അല്ലെ? എന്താണ് വിശദാംശങ്ങൾ? നേരത്തെ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ കൊണ്ടുവന്നപ്പോൾ അത് വിവരങ്ങൾ ചോർത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ സ്ഥാനത്ത് നിന്ന് P വിജയനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അന്ന് അങ്ങനെ സസ്പെൻഷനിലാവാൻ ഇടയാക്കിയത് MR അജിത് കുമാറിന്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ നടപടി. എന്നാൽ ഇപ്പോൾ P വിജയൻ ഇന്റലിജൻസ് ADGP ആണ്. പിന്നീട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വം നൽകുന്ന സമിതി അടക്കം വിജയൻ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തുകയും സർവീസിൽ തിരിച്ചെടുക്കുകയുമായിരുന്നു. തുടർന്ന് ADGP സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു. ഇപ്പോൾ 3 ആഴ്ച മുൻപാണ് അജിത് കുമാറിനെതിരെയുള്ള പരാതി വിജയൻ നൽകിയിരിക്കുന്നത്. തനിക്ക് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള മൊഴി നൽകി. ആ ഒരു മൊഴി വ്യാജമാണ്, തനിക്കെതിരെ അപകീർത്തികരമായ കാര്യങ്ങളാണ് അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് വിജയൻ പരാതി നൽകിയിട്ടുള്ളത് DGPക്ക്. DGP ഈ പരാതി സർക്കാരിന് കൈമാറിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് DGP സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാതെ ആഭ്യന്തര വകുപ്പിന് കൈമാറിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ്
ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നെങ്കിൽ ആ വഴിക്ക് നീങ്ങട്ടെ എന്ന നിലയ്ക്കാണ് DGP ഇതിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായിരുന്നാലും IPS തലപ്പത്തെ തമ്മിലടി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മൂർച്ഛിക്കുകയാണ്. നേരത്തെ ഈ തരത്തിൽ IPS അസോസിയേഷനിൽ അടക്കം വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്ന സമയമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വീണ്ടും IPS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പോര് മൂർച്ഛിക്കുകയാണ്. രണ്ട് ചേരിയായി നിന്ന് IPS ഉദ്യോഗസ്ഥർ തമ്മിലടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഭവ്യ. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി CBCI ആസ്ഥാനത്ത് വൈകിട്ട് നടക്കുന്ന ചടങ്ങുകളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. CBCI അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ. CBCI ആസ്ഥാനത്തിന് സമീപമുള്ള സേക്രഡ് ഹാർട്ട് ദേവാലയം മോദി സന്ദർശിച്ചേക്കും. കിരൺ ബാബു ചേരും വിവരങ്ങളുമായി. കിരൺ, എന്തായാലും പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നതിന് മുൻപും നേരത്തെ തന്നെ ന്യൂനപക്ഷങ്ങളുമായി അടുക്കാനുള്ള ശ്രമം വലിയ തരത്തിൽ നടന്നിരുന്നു. അതിന്റെ ഒരു ഭാഗം കൂടിയായി ഈ ഒരു ചടങ്ങിനെ കാണണമോ, അല്ലെങ്കിൽ ഒരു സ്വാഭാവിക നടപടിയാണ്? ഭവ്യ, അങ്ങനെ തന്നെ കാണണം. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷവുമായി BJPയും കേന്ദ്ര സർക്കാരും അടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു സ്റ്റെപ്പായി തന്നെ ഇതിനെ കാണണം. ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി CBCI ആസ്ഥാനത്ത് നടക്കുന്ന ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കുന്നത്. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഭകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പുരോഹിതരുടെ ബോഡി കൂടിയാണിത്. ഡൽഹിയിലെ ഗോൾഡാഖാനയിലുള്ള CBCI ആസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരമാണ് വിരുന്ന് നടക്കുന്നത്. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുവെന്നത് പ്രധാനമന്ത്രി ഓഫീസ് തന്നെയാണ് വിവരം അറിയിച്ചത്. CBCIയുടെ അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്ത് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും അവിടെ എത്തുന്ന ബിഷപ്പുമാരുമായും അതോടൊപ്പം തന്നെ അവിടെ എത്തുന്ന മറ്റ് പുരോഹിതന്മാരുമെല്ലാം എല്ലാം ക്രിസ്ത്യൻ മത നേതാക്കളുമായും പ്രധാനമന്ത്രി അനൗപചാരിക ചർച്ച നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കേന്ദ്രമന്ത്രി മലയാളിയുമായ ജോർജ് കുര്യന്റെ വീട്ടിൽ നടന്ന ക്രിസ്മസ് ആഘോഷ ചടങ്ങിലാണ് പങ്കെടുത്തത്. അവിടെ നടന്ന ക്രിസ്മസ് പരേഡിനോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികൾ വീക്ഷിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നതിന് ശേഷം പ്രധാനമന്ത്രി തന്നെയാണ് എക്സിൽ ഇതിൻ്റെ ചിത്രങ്ങൾ നൽകിയതും. ആ തരത്തിൽ ഇന്ന് പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ് സേക്രഡ് ഹാർട്ട് ദേവാലയം. അത് ഗോൾഡാഖാനയിൽ CBI ആസ്ഥാനത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. ആയിരക്കണക്കിന് വരുന്ന ക്രിസ്ത്യൻ മതവിശ്വാസികൾ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരൊക്കെ പങ്കെടുക്കുന്ന വലിയ ക്രിസ്മസ് ആഘോഷം ഡിസംബർ 24 രാത്രി നടക്കുന്ന പ്രാർത്ഥനയും ആഘോഷവും ഒക്കെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പള്ളി കൂടിയാണ് ഈ സേക്രഡ് ഹാർട്ട് ദേവാലയം. അവിടെയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. രാജ്യത്താകമാനമുള്ള ക്രൈസ്തവ വിഭാഗത്തിന് ഒരു സന്ദേശം നൽകുക കൂടിയാണ്. ക്രൈസ്തവ വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലേതെന്നും BJPയും സമാനമായ രീതിയിൽ രാജ്യത്താകമാനം ക്രൈസ്തവരുടെ വീടുകളിലൊക്കെ ചെന്ന് അവർക്ക് ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയും കേക്ക് നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ തരത്തിലേക്ക് ഒരു ക്രൈസ്തവ ന്യൂനപക്ഷത്തെ കൂടി BJPയോടൊപ്പം കേന്ദ്ര സർക്കാരിനൊപ്പം നിർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. ശരി, നന്ദി. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. ഈ നിയമത്തിൽ ഈ ഭേദഗതി ബില്ലിൽ വന്യജീവി സംഘർഷം സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നും ആക്ഷേപമുണ്ട്. ഇത് നിലവിലുള്ള വനസംരക്ഷണ കേരള വന ബില്ലിൽ ഉള്ള ഭേദഗതിയാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിലവിലുള്ള ബില്ലിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെ മാറ്റങ്ങളോടാണ് വിയോജിപ്പ്, അത് വ്യക്തമാക്കിയാലാണ് അതിൽ ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ, കഴമ്പുള്ള വിമർശനമുണ്ടെങ്കിൽ അവരോടെല്ലാം മുൻവിധികളില്ലാതെ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഗവൺമെന്റ് തയ്യാറാണ്. ഈ ബിൽ, ഭേദഗതി ബിൽ നിയമസഭ അംഗീകരിച്ചില്ലെങ്കിൽ പ്രാബല്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന നിയമം എന്താണ്? നിലവിലുള്ളതാണ്. അപ്പോൾ നിലവിലുള്ള നിയമം അതേപടി തുടരുകയാണോ വേണ്ടത്, കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കി അവ പരിഷ്കരിക്കുകയാണോ വേണ്ടത്?
ഇതിനാണ് വികാരപരമായി സംസാരിക്കുന്ന വ്യക്തികളും സംഘടനകളും മറുപടി നൽകുന്നുണ്ട്. ഈ ബിൽ പിൻവലിച്ചു എന്നിരിക്കട്ടെ, എതിർപ്പുകളുടെ അടിസ്ഥാനത്തിൽ പിൻവലിച്ചു എന്നിരിക്കട്ടെ, ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമം ഏതാണ്? ഇപ്പോഴത്തെ ബില്ലാണ്. സർക്കാർ ചെയ്തത് ഇപ്പോഴത്തെ ബില്ലിൽ ചില മാറ്റങ്ങളാണ്. ഇപ്പോഴത്തെ ബില്ലിൽ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉപാധി വകുപ്പുകളോ കാര്യങ്ങളോ ഇല്ല. അത് കേന്ദ്ര വന സംരക്ഷണ നിയമത്തിൽ, വന്യജീവി സംരക്ഷണ നിയമത്തിലാണത്. ആ കാര്യത്തിൽ ഭേദഗതികൾ ആവശ്യമുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭേദഗതികൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കണം. പക്ഷെ ആ ഭേദഗതി ഇതിലൂടെ പരിഹരിക്കാൻ, സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഒരു ബില്ലിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കർഷക വിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ നിയമത്തിൽ ഫോറസ്റ്റ് വാച്ചർമാർ ഉൾപ്പെടെയുള്ളവർക്ക് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട് നിലവിലുള്ള നിയമത്തിൽ. അപ്പോൾ ഫോറസ്റ്റ് വാച്ചർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? അവിടുത്തെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരിൽ ഒരാളാണ്. നിലവിലുള്ള നിയമത്തിൽ അത് തുടരുകയാണോ വേണ്ടത്? അത് തുടരുകയാണ് വേണ്ടത് എന്ന് വനസംരക്ഷണ, കർഷക സംരക്ഷണ ആളുകൾ പറഞ്ഞാൽ തുടരുന്നതിന് എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധമില്ല. എന്നാൽ വാച്ചർമാരുടെ ഗണത്തിൽപ്പെടുന്നവർക്ക് ഇങ്ങനെയൊരു അധികാരമുള്ളത് എടുത്തു കളയാനാണ് തീരുമാനിച്ചത്. അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം, പക്ഷേ ഈ നിയമഭാഷ വരുമ്പോൾ നേരത്തെയുള്ള വാക്കിൽ നിന്നും അറസ്റ്റ് അധികാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതലുള്ളവർക്കായി, അതിന്റെ താഴെയുള്ളവരിപ്പോൾ ഉണ്ട്, അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വിരോധമില്ല വ്യക്തിപരമായി. ഇപ്പോഴുള്ളതാണോ വേണ്ടത്? ഈ മാറ്റമാണോ വേണ്ടത്? ഇത് ഇത്രയും പോരാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ബീറ്റ് ഫോറസ്റ്റർ പോരാ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വേണമെന്നൊരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്നതിനൊരു പ്രയാസവും നമുക്കറിയാം. പക്ഷെ ഇപ്പോഴുള്ളതാണോ തുടരേണ്ടത്? ഇതാണോ അതിനേക്കാൾ മെച്ചം ഇതാണോ? രണ്ടാമത്തെ എന്താണ്? ഇതേപോലെ തന്നെ തൊണ്ടി സാധനങ്ങൾ പിടിച്ചെടുക്കുന്നതിനും കണ്ടുകെട്ടുന്നതിനും വാച്ചർ ഉൾപ്പെടെയുള്ള ഏത് ഫോറസ്റ്റ് ഓഫീസർമാർക്കും ഇപ്പോൾ അധികാരമുണ്ട്. അവിടെയും നമ്മൾ വാച്ചർമാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭേദഗതിയാണ് നിർദ്ദേശിച്ചത്. അത് വളരെ ലഘുവായ ഭേദഗതിയാണ്. അതിന്മേൽ പിടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഒട്ടും ഒരു യുക്തിക്കും നിരക്കുന്നതല്ല. മറ്റൊന്നെന്താണ്? ഇപ്പോൾ ക്രിമിനൽ നടപടി നിയമമുണ്ട്. പോലീസുകാർ അറസ്റ്റ് ചെയ്യുമ്പോൾ, നടപടികൾ സ്വീകരിക്കുമ്പോൾ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് നിർബന്ധമുണ്ട്. എന്നാൽ ഇവിടെ അതില്ല. അപ്പോൾ ഇനി മുതൽ അത് വനം വകുപ്പിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ നടപടിക്രമങ്ങൾ ഒന്നുമില്ലാതെ നടത്തുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തെക്കാൾ മെച്ചമാണോ ദോഷമാണോ എന്ന് നിഷ്പക്ഷമതികൾ ആലോചിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഇപ്പോഴത്തെ നിയമപ്രകാരം സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ ഭൂമിയിൽ വളരുന്ന ചന്ദനമരം മുറിക്കാൻ അധികാരമില്ല. എന്നാൽ വനം വകുപ്പ് മുഖേന ചന്ദനം മുറിച്ച് വിൽപ്പന നടത്തി ആയതിന്റെ വില ഈടാക്കി. കെ ശശീന്ദ്രൻ വനനിയമവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. വനനിയമ ഭേദഗതിക്കെതിരായ നിലപാട് മുഖ്യമന്ത്രി നേരിട്ട് അറിയിക്കാൻ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലാണ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ വൈകിട്ട് മുഖ്യമന്ത്രിയെ കാണുക. വനനിയമ ഭേദഗതിയിൽ ആശങ്കയുള്ളവരെ ഉൾപ്പെടുത്തി ചർച്ച നടത്തുക, വനപാലകരുടെ അമിതാധികാരം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കേരള കോൺഗ്രസ് എം മുന്നോട്ട് വയ്ക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, മലയോര ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് ഈ വിഷയത്തിൽ. ഇപ്പോൾ ഇതാ ഇടത് മുന്നണി തന്നെ രണ്ടഭിപ്രായം ഭിന്നത വന്നിരിക്കുന്നു വനനിയമവുമായി ബന്ധപ്പെട്ട്. ഇത് നേരിട്ട് മുഖ്യമന്ത്രി അറിയിക്കാൻ വേണ്ടി ജോസ് കെ മാണി നേതൃത്വം, ജോസ് കെ മാണിയും സംഘവും എന്ന മുഖ്യമന്ത്രിയെ കാണുന്നു. എപ്പോഴത്തേക്ക് മുഖ്യമന്ത്രിയെ കാണും? പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തെ ധരിപ്പിക്കുക? വിഷയങ്ങൾ എന്തൊക്കെയാണ്?
പ്രധാനമായി ഈ ഫോറസ്റ്റ് ഭേദഗതി ബില്ലിൽ മലയോര ജനതയെ ആശങ്കയിലാക്കുന്ന തരത്തിലുള്ള ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് കൃത്യമായി പരിഹരിച്ചുകൊണ്ടായിരിക്കണം ഈ നിയമനിർമ്മാണം നടപ്പിലാക്കാനെന്ന കാര്യമായിരിക്കും കേരള കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയിൽ ഉന്നയിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമായി 1961 ഫോറസ്റ്റ് നിയമം അനുസരിച്ചാണ് ഈ നിലവിലുള്ള വ്യവസ്ഥകൾ നിലനിൽക്കുന്നത്, പിഴയടക്കം നിലനിൽക്കുന്നത്. അതിലെല്ലാം ഭേദഗതിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതാണ്ട് 15ഓളം പ്രധാനപ്പെട്ട ഭേദഗതികളാണ് നിലവിലുള്ള നിയമത്തിൽ വരുത്താനായി വനം വകുപ്പ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അതുതന്നെയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള, വനത്തിനുള്ളിൽ കടന്നാൽ, സംശയം തോന്നിയ ഒരാൾ കടന്നാൽ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം അത് നേരത്തെ ഫോറസ്റ്റ് വാച്ചർമാർക്കുണ്ടായിരുന്നു. അത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരിലേക്ക് അത് പരിമിതപ്പെടുത്തുന്ന തരത്തിലാണ് പുതിയ നിയമം. അതോടൊപ്പം തന്നെ ഈ മലയോര ജനതയെ പ്രധാനമായി ഇത് ആശങ്കയിലാക്കുന്ന കാര്യം ഏതാണ്ട് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ 70% ജനങ്ങൾ, മലയോര ജനത, അവർ വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകളാണ്. ദൈനംദിന ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വനത്തിനുള്ളിൽ കടക്കുകയും മീൻ പിടിക്കാനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും മറ്റേ കുളിക്കുന്നതിനായി കുളത്തിലിറങ്ങുന്നവർ, അതോടൊപ്പം തന്നെ വനവിഭവങ്ങൾ ശേഖരിക്കുന്നവർ, ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വനവുമായി ഇഴചേർന്ന് കിടക്കുന്ന ഒരു ജനതയാണ് മലയോര ജനത ഇടുക്കി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. അവിടേക്ക് ഈ പുതിയ ഭേദഗതി, അത് ബില്ല് നിയമമായി മാറുമ്പോൾ ഇനി അങ്ങനെ കടന്നാൽ അത് ഒന്നെങ്കിൽ പിഴയടക്കേണ്ടതോ അല്ലെങ്കിൽ തടവ് ശിക്ഷ അനുഭവിക്കേണ്ട തരത്തിലേക്ക് ഗുരുതരമായ കുറ്റകൃത്യമായി പരാമർശിക്കുന്ന തരത്തിലാണ് ഇപ്പോഴുള്ള ഈ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പലതും നിഷ്കർഷിച്ചിരിക്കുന്നത്. അതോടൊപ്പം മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള വ്യവസ്ഥ, പ്രത്യേകിച്ച് അങ്ങനെ വലിയ വ്യവസ്ഥകളൊന്നുമില്ല. പക്ഷേ ഇത് പുതിയ നിയമമായി വരുമ്പോൾ ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്ന അനുസരിച്ച് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പാടില്ല എന്ന കൃത്യമായ ഭേദഗതിയാണ് ഈ കരട് ബില്ലിൽ കൃത്യമായി അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ചന്ദനം മുറിച്ച് സ്വന്തം പുരയിടത്തിലുള്ള അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്തുള്ള ചന്ദനം മുറിക്കുന്നതിന് നിലവിൽ മറ്റ് നിയമങ്ങളൊന്നുമില്ല, നിയമ തടസ്സങ്ങളില്ല. പക്ഷേ ഇനി അങ്ങോട്ട് അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചുകൊണ്ട് മാത്രമേ ആ നടപടികളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ കുറേ അധികം വ്യവസ്ഥകളുണ്ട്. അതോടൊപ്പം നേരത്തെ 1000 രൂപ മാത്രമായിരുന്ന പിഴ അടയ്ക്കേണ്ടിയിരുന്ന സ്ഥാനത്ത്, അതായത് ഈ നിയമങ്ങൾ ലംഘിച്ച് വനത്തിനുള്ളിൽ കടന്നാൽ 1000 രൂപ മാത്രം പിഴയടയ്ക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇനി അത് 25,000 രൂപ വരെ പിഴയടയ്ക്കാൻ, പരമാവധി തുകയായി 25,000 രൂപ വരെ അടയ്ക്കേണ്ട തരത്തിൽ വ്യവസ്ഥകൾ പരാമർശിച്ചിട്ടുണ്ട്. ഇങ്ങനെ വനത്തിനുള്ളിൽ കടക്കുമ്പോൾ ഒരാൾ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്, കയ്യിൽ എന്തൊക്കെ കരുതാതിരിക്കുക, ഇതൊക്കെ കൃത്യമായി തന്നെ ഈ പുതിയ ഭേദഗതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ അത് മലയോര ജനതയെ ഏറെ ആശങ്കയിലാക്കുന്ന വ്യവസ്ഥകളാണ്. അതുമായി മുമ്പോട്ട് പോകരുത് എന്ന ആവശ്യം നേരത്തെ ജില്ലാ പാർട്ടി നേതൃത്വം തന്നെ ഇടുക്കിയിൽ നിന്നുൾപ്പെടെ വനം വകുപ്പിനോട്, സർക്കാരിനോടൊക്കെ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിലാണ് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി വൈകുന്നേരം ചർച്ച നടത്താനിരിക്കുന്നത്. പക്ഷേ വനമന്ത്രി ഇപ്പോഴും വ്യക്തമാക്കുന്നത് അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. ഇത് കൃത്യമായി നിയമസഭയിൽ, അതായത് ജനുവരിയിൽ നടക്കാൻ പോകുന്ന സഭാ സമ്മേളനത്തിൽ വിശദമായ ചർച്ചകൾ നടത്തി പ്രതിപക്ഷത്തിൻ്റെ അടക്കം അഭിപ്രായം കേട്ടതിന് ശേഷം എല്ലാ ഭേദഗതികളും, എല്ലാ അഭിപ്രായവും കൃത്യമായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഭേദഗതി മാത്രമാണ് സർക്കാരിൻ്റെ പരിഗണനയിലുള്ളത്, വനംവകുപ്പിൻ്റെ പരിഗണനയിലുള്ളത്. മറിച്ച് ആശങ്കകൾ പരത്തുന്നത് അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് എന്ന ഒരു അഭിപ്രായവുമായാണ്, വിശദീകരണവുമായാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ അല്പസമയം മുമ്പ് കോഴിക്കോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരമായിരിക്കും കേരള കോൺഗ്രസ് നേതൃത്വം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തുക. ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. മറ്റ് പ്രധാന വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഫോക്സ് ന്യൂസ് ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. അല്ലു അർജുന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 8 പേർ അറസ്റ്റിൽ. ആക്രമിച്ചത് പുഷ്പ 2വിന്റെ റിലീസ് ദിനത്തിൽ തിക്കിലും തിരക്കിലും പെട്ടു മരിച്ച യുവതിയുടെ കുടുംബത്തിന് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് അല്ലു അർജുനെതിരെ മുദ്രാവാക്യം മുഴക്കി അതിക്രമിച്ച് കടന്ന് വീട്ടിലേക്ക് കല്ലെറിഞ്ഞു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു. സ്റ്റഡി സെന്ററടക്കം നശിപ്പിച്ചു.
വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസ പദ്ധതിയുടെ മേൽനോട്ടത്തിന് പ്രത്യേക സമിതിയെ നിയോഗിക്കും. പ്രത്യേക മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. വീടുകൾ നിർമ്മിക്കാനുള്ള ടൗൺഷിപ്പിന്റെ കാര്യവും സ്ഥലമേറ്റെടുക്കലിന്റെ കാര്യവും ചർച്ച ചെയ്ത് മന്ത്രിസഭ. വീടുകൾ നിർമ്മിക്കാൻ സന്നദ്ധത അറിയിച്ചവരുമായി അടുത്ത ദിവസം ചർച്ച നടത്താൻ ചീഫ് സെക്രട്ടറിക്ക് ചുമതല. വയനാട് പുനരധിവാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വി.ഡി. സതീശൻ കേന്ദ്രം കാണിക്കുന്നത് ധാർഷ്ട്യം. സംസ്ഥാനം നിരുത്തരവാദപരമായി പെരുമാറുന്നു. ദുരിതബാധിതരുടെ പട്ടിക ഉണ്ടാക്കാൻ സ്കൂൾ കുട്ടികളെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ നന്നായി പട്ടിക തയ്യാറാക്കുമായിരുന്നുവെന്നും വിമർശനം. മധു മുല്ലശ്ശേരിക്കെതിരെ ആഞ്ഞടിച്ച് ബി ജോയ്. പണവും പാരിതോഷികവും നൽകി പാർട്ടി പദവിയിലെത്തതിന്റെ ഉദാഹരണമാണ് മധു. സെക്രട്ടറി ആയപ്പോൾ ഒരു പെട്ടി നിറയെ വസ്ത്രങ്ങളും വിദേശ വസ്ത്രയും 50,000 രൂപയുമായി കാണാൻ വന്നുവെന്നും പെട്ടിയെടുത്ത് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടുവെന്നും ജോയ്. റോഡടച്ച് സ്റ്റേജ് കെട്ടിയതിന് പാളയം ഏരിയ കമ്മിറ്റിക്ക് വിമർശനം. റോഡടച്ച് സ്റ്റേജ് കെട്ടിയത് ശരിയായില്ലെന്ന് ജില്ലാ സെക്രട്ടറി ബി ജോയ്. അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണ് ചെയ്തത്. മറ്റു സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് സ്റ്റേജ് കെട്ടാമായിരുന്നുവെന്നും വിമർശനം. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ പരിഹസിച്ച് വനിതാ പ്രതിനിധി. സെക്രട്ടറിയുടെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണം. നിശ്ചിത പാർട്ടി പദവികളിൽ സ്ത്രീകളെ പരിഗണിക്കണമെന്ന സർക്കുലർ ഇറക്കാനുള്ള തിരികെ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് നിന്നുള്ള ആശുപത്രി മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടപടിക്കൊരുങ്ങി സർക്കാർ. ആർസിസിയിലെ പൊതുമാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് കരാറെടുത്തിരുന്ന സുനീജ് ഇക്കോ സിസ്റ്റംസ് കമ്പനിക്കെതിരെ നിയമ നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം. മാലിന്യ നീക്കത്തിന് തമിഴ്നാട് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായതിന് പിന്നാലെ കരാർ കമ്പനി സംസ്ഥാന സർക്കാരിന് വിശദീകരണം നൽകിയിരുന്നെങ്കിലും അത് തൃപ്തികരമല്ലെന്ന കണ്ടെത്തലിലാണ് നടപടിക്കൊരുങ്ങുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കരാർ കമ്പനിക്ക് നഗരസഭയും നോട്ടീസ് നൽകി. ആർസിസിയിലെ പൊതുമാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് പുറമെ തിരുവനന്തപുരം നഗരസഭയിലെ മാലിന്യ ശേഖരണത്തിന്റെ കരാറും സുനേജ് എക്കോസിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണ്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഇതേ സ്വകാര്യ കമ്പനി തന്നെ. ആർസിസിയുടെ പേരിലുള്ള ലെറ്റർ പാഡുകളും രോഗികളുടെ വിവരങ്ങളും തിരുനെൽവേലിയിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾക്കൊപ്പം കണ്ടെത്തിയതിന് പിന്നാലെയാണ് കരാർ കമ്പനിയോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. വീഴ്ചയുടെ നിയമപരമായ ഉത്തരവാദിത്തം കമ്പനിക്കാണെന്ന് വിശദീകരണക്കുറിപ്പിൽ പരാമർശമുണ്ട്. ഇതോടൊപ്പം ഉപകരാറുകാരുടെ പട്ടികയും കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റേതെങ്കിലും ആശുപത്രികളിൽ നിന്ന് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സുനേജ് ശേഖരിക്കുന്നുണ്ടോ എന്നതിൽ അവ്യക്തത തുടരുകയാണ്. ആർസിസിയിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് IMAയ്ക്ക് കീഴിലുള്ള ഇമേജ് എന്ന ഏജൻസിയാണെന്നിരിക്കെ സുനേജിന്റെ മാലിന്യ ശേഖരണത്തിൽ ഇവ എങ്ങനെ ഉൾപ്പെട്ടു എന്നതിലും ദുരൂഹതയുണ്ട്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും വിജിലൻസും നടത്തുന്ന അന്വേഷണത്തിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കരാർ കമ്പനിക്കെതിരായ തുടർ നടപടികൾ. സങ്കീർണ രോഗങ്ങൾക്ക് വഴിവെക്കുന്ന ആശുപത്രി മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ സുതാര്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സർക്കാരിന് അടിയന്തരമായി കത്ത് നൽകുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തിരുനെൽവേലിയിലെ മാലിന്യ നീക്കം ഇന്നും തുടരും. കൊണ്ടാനഗരം, പളവൂർ എന്നിവിടങ്ങളിലെ മാലിന്യമാണ് നീക്കാൻ ബാക്കിയുള്ളത്. 4 ലോഡിലേറെ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുണ്ടെന്നാണ് കരുതുന്നത്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംസ്ഥാന സർക്കാരിന് നൽകിയ സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. ലോകം മുഴുവൻ പ്രത്യാശയുടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മുനമ്പങ്കാറിൻ സ്വന്തം മണ്ണ് കൈവിട്ടു പോകാതിരിക്കാൻ നിരാഹാരം തുടരുകയാണ്. മുനമ്പത്തെ 610 കുടുംബങ്ങളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയുള്ള നിരാഹാര സമരത്തിനാണ് ക്രിസ്മസ് ദിനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സമരം ഇന്ന് 72ാം ദിവസമെത്തി. സമരം ഇത് കഴിയണവരെയും ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഞങ്ങൾ ഇതുവരെയും ഞങ്ങൾക്ക് ദുഃഖം തന്നെ. ഞങ്ങൾക്കൊരു സന്തോഷ സമാധാനം കിട്ടണമെങ്കിൽ ഭൂമി ഇത് ഞങ്ങൾക്ക് സമാധാനമായിട്ട് തന്നെ കിട്ടണം. ഈ ക്രിസ്മസ് പെരുന്നാൾ തന്നെ സന്തോഷത്തോട് സമാധാനം മക്കളൊക്കെ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സമരപന്തലിലായിരിക്കും. മുനമ്പത്തുകാർക്കും ക്രിസ്മസ് ആഘോഷത്തിന്റെയും പ്രത്യാശയുടെയും ദിനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം വരെ. മുണ്ടുമുറുക്കി അധ്വാനിച്ചു കൊണ്ടുവന്നതെല്ലാം കുഞ്ഞുമക്കൾക്ക് നൽകിയായിരുന്നു ക്രിസ്മസ് ദിനങ്ങൾ. എന്നാൽ ഇക്കൊല്ലം ഇവിടെ ആഘോഷങ്ങളില്ല. ഭൂമി തിരികെ പിടിക്കാനുള്ള ശ്രമം മാത്രം. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കൊല്ലത്തെ ക്രിസ്മസ് ഒക്കെ ഉപരോധിച്ചിട്ട് സമരത്തിനായിട്ട് എല്ലാ ആൾക്കാരും ഒത്തൊരുമിച്ചോട് നിൽക്കണേ. ഞങ്ങൾക്ക് നീതി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടുകയാണ്.
അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഞങ്ങളെല്ലാവരും ബഹിഷ്കരിച്ചിട്ട് എല്ലാവരും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ നിരാഹാരമായിട്ട് ഇരിക്കാൻ വേണ്ടി ഈ തീരുമാനിച്ചേക്കണേണ്. ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തിരികെ കിട്ടണം. ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് ഞങ്ങൾ ഈ 10-35 കൊല്ലം ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട്. അന്ന് തുടങ്ങി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അത് വെച്ച് ചെയ്തിരുന്നതാണ്. കരമടക്കുകയും പണയപ്പെടുത്തുകയും പൈസ എടുക്കുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതാണ്. ഇപ്പം ഇതൊരു പെട്ടെന്നല്ല ഇങ്ങനെ വന്നുകൊണ്ട് പറയണത്. വീടുകളിലും പള്ളികളിലും നക്ഷത്രങ്ങളില്ല, പുൽക്കൂടില്ല. ക്രിസ്മസ് ആഘോഷിക്കേണ്ട കുഞ്ഞുങ്ങളും നിരാഹാര പന്തലിൽ. ക്രിസ്മസ് ദിനത്തില് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭക്ഷണമില്ല, എല്ലാവരും നിരാഹാരത്തിലായിരിക്കും. നക്ഷത്രങ്ങളൊന്നും ഇടുന്നില്ല. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തരാത്തതിൻ്റെ പ്രതിഷേധമാണ് എല്ലാ കുടുംബങ്ങളിലും ഇല്ല. എല്ലാവരും തന്നെ ഈ സമരപ്പന്തലുണ്ടാവും. ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് തീർത്ത് തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ക്രിസ്മസ് ദിനത്തോടെ മുനമ്പം ജനത കടക്കുന്നത് സമരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കാണ്. കുടുംബി, വെട്ടുവ, SNDPയുടെ സംഘടനകളിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും ഓരോ വ്യക്തി ഇതിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 500 പേര് ഇന്ന് അന്ന് ഇവിടെ നിരാഹാര സമരത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പലരും വിളിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അവർ നിരാഹാര സമരത്തിൽ നിന്ന് പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മുനമ്പം ജനതയ്ക്ക് ഇത് സമരത്തിന്റെ ദിനങ്ങളാണ്. തിരുപ്പിറവി ദിനത്തിലും ഈ സമരമുഖത്തെത്തി നിരാഹാരം അനുഷ്ഠിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. വർഗീയതയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ സൗഹൃദ ക്രിസ്മസ് കരോൾ ഇന്ന് പാലക്കാട് രാവിലെ 10-ന് നല്ലേപ്പിള്ളിയിൽ വെച്ചാണ് സൗഹൃദ ക്രിസ്മസ് കരോൾ. പാലക്കാട് നല്ലേപ്പിള്ളി UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൗഹൃദ ക്രിസ്മസ് കരോളുമായി ഡിവൈഎഫ്ഐ എത്തുന്നത്. സ്വിഗ്ഗി ഓൺലൈൻ ഭക്ഷ്യവിതരണ രംഗത്തെ തൊഴിൽ സമരം ഒത്തുതീർപ്പാക്കാൻ തൊഴിലാളി സംഘടനകളുമായി ഇന്ന് ചർച്ച നടത്തും. രാവിലെ 11 മണിക്കാണ് തിരുവനന്തപുരം ലേബർ കമ്മീഷണറേറ്റിൽ ചർച്ച. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ചർച്ച നടക്കുന്നത്. ഓൺലൈൻ രംഗത്തെ തൊഴിൽ സംരക്ഷണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തുക, സ്വിഗ്ഗി തൊഴിലാളികളുടെ ഡെലിവറി ചാർജ് വെട്ടിച്ചുരുക്കിയ മാനേജ്മെന്റ് തീരുമാനം പിൻവലിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയവയാണ് സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ ഇന്ന് തെരഞ്ഞെടുക്കും. വി ജോയ് ജില്ലാ സെക്രട്ടറിയായി തുടരും. പുതിയ ജില്ലാ കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കുന്നതിനായി നിലവിലെ ജില്ലാ കമ്മിറ്റി ഉടൻ ചേരും. 46 അംഗ ജില്ലാ കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. വി അരുൺ നൽകും വിവരങ്ങളുമായി. അരുൺ, 46 അംഗ ജില്ലാ കമ്മിറ്റിയാണ് തെരഞ്ഞെടുക്കേണ്ടത്. പുതുമുഖങ്ങൾ വരണം എന്നതൊക്കെ നേരത്തെയുള്ള ആവശ്യമായിരുന്നു. അതിൽ എത്രമാത്രം പുതുമുഖങ്ങൾ ഉണ്ടാകും, യുവത്വം ഉണ്ടാകും? അരുൺ, 46 അംഗ ജില്ലാ കമ്മിറ്റിയാണ് ഉണ്ടാവുക. അതിൽ യുവജനതയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിനുള്ള അതെത്രമാത്രം ഉണ്ടാകും? വിവരങ്ങൾ എന്തൊക്കെയാണ്? CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇന്ന് തിരഞ്ഞെടുക്കും. വി ജോയ് ജില്ലാ സെക്രട്ടറിയായി തുടരും. പുതിയ ജില്ലാ കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കുന്നതിനായി നിലവിലെ ജില്ലാ കമ്മിറ്റി ഉടൻ ചേരും. 46 അംഗ ജില്ലാ കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. വി അരുൺ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, വിശദാംശങ്ങൾ. 5 പുതുമുഖങ്ങൾ ജില്ലാ കമ്മിറ്റി എത്താനാണ് സാധ്യത. പുതുതായി 5 പേരെങ്കിലും ഉൾപ്പെടുത്തും. ആ രീതിയിലാണ് ഒരു ക്രമീകരണം ഉണ്ടാകുന്നതാണ് അറിയാൻ കഴിയുന്നത്. പ്രായ ആധിക്യത്തിന്റെ പേരിൽ 2 പേർ എങ്കിലും ഒഴിവാകും. സംസ്ഥാന സമിതി അംഗങ്ങളായ അനൂർ നാഗബ്, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി അംഗമാണ്. CPM DYFI നേതാവ് A റഹീമും അദ്ദേഹം സംസ്ഥാന സമിതി അംഗമാണ്. 2 പേരെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കും. പകരം G സ്റ്റീഫനും അതുപോലെ തന്നെ VK പ്രസാദ് MLA മാർ 2 പേരും കമ്മിറ്റിയിലേക്ക് വരും. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷീജ സുദേവ് കമ്മിറ്റിയിൽ എത്തുമെന്ന് ഉറപ്പുള്ള ഒരാളാണ്. DYFI ജില്ലാ പ്രസിഡന്റ് അനൂപിന്റെ പേരും പരിഗണനയിലുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനും കമ്മിറ്റിയിലേക്ക് വന്നേക്കാം. വണ്ടിത്തടം മധു, പട്ടികജാതി നേതാവെന്ന നിലയിൽ വണ്ടിത്തടം മധുവിനെ ജില്ലാ കമ്മിറ്റി കൊണ്ടുവരാൻ ആലോചനയുണ്ട്. അങ്ങനെ 5 പേരെങ്കിലും പുതുതായിട്ട് വരും. അത്തരത്തിൽ 5 പേർ ഒഴിവാകുകയും ചെയ്യും. അല്പസമയത്തിനും സമ്മേളനം ആരംഭിക്കും. ഇന്നലെയും മെനഞ്ഞാന്നുമായി നടന്ന പൊതു ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറുപടി പറയും. ഇന്നലെ ജില്ലാ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ഇന്നലെ ജില്ലാ സെക്രട്ടറി വി ജോയ് മറുപടി പറഞ്ഞിരുന്നു. ഇന്ന് MV ഗോവിന്ദനും മറുപടി പറയും. അതിനുശേഷം പുതിയ കമ്മിറ്റിയുടെയും സംസ്ഥാന സമ്മേളന പദ്ധതികളുടെയും തെരഞ്ഞെടുപ്പിലേക്ക് സമ്മേളനം കടക്കും. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.
മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയുമായി ഉള്ള ഇടപാടിലെ SFIU അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. CMRL ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയതായി സംശയമുണ്ടെന്ന് SFIU കഴിഞ്ഞ തവണ വാദിച്ചിരുന്നു. എക്സാലോജിക്കിന് പണം നൽകിയത് രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണെന്ന് സംശയമുണ്ടെന്നും SFIU ആരോപിച്ചു. ഇക്കാര്യങ്ങളിൽ CMRL ഇന്ന് മറുപടി നൽകും. ഹർജിയിൽ കക്ഷി ചേരാനുള്ള ഷോൺ ജോർജിന്റെ അപേക്ഷയിലും വാദം കേൾക്കും. കാസർകോട് മൊഗ്രാൽ സ്വദേശി അബ്ദുൾ സലാമിനെ കഴുത്തറത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് ശിക്ഷ വിധിക്കും. കേസിൽ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. പെർവാഡ് മുളിയങ്കരയ്ക്ക് സമീപം കോട്ടയിലെ മൈതാനത്ത് അബ്ദുൾ സലാമിന്റെ തല വെട്ടിയെടുത്ത ശേഷം പ്രതികൾ കാലുകൊണ്ട് പന്തുപോലെ തട്ടിക്കളിച്ച് മറ്റൊരു പറമ്പിൽ കൊണ്ടിട്ടുവെന്നാണ് കുറ്റപത്രം. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, അതിക്രൂര കൊലപാതകം എന്ന് തന്നെ പറയണം. കാരണം കേരളത്തിൽ നമുക്ക് ഇത്ര കേട്ടുപരിചയമില്ല. ഇത്രമാത്രം ക്രൂരമായ കൊലപാതകങ്ങൾ അതിലൊന്നാണ് ഇപ്പോൾ കാസർകോട് സംഭവിച്ചത്. ഇന്നെന്തായാലും വിധി ഉണ്ടാകും. എപ്പോഴത്തേക്ക് വിധി ഉണ്ടാകും? ഭവ്യ, തീർച്ചയായും അത്രത്തോളം ക്രൂരമായ ഒരു കൊലപാതകമാണ്. ആ കേസിലാണ് ഇന്ന് കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. 12 മണിയോടുകൂടി വിധി പ്രസ്താവിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശനിയാഴ്ചയായിരുന്നു ഈ കേസ് വിധി പറയാൻ വെച്ചിരുന്നത്. പക്ഷേ അത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ഇന്ന് 12 മണിയോട് തന്നെ ഈ കേസിൽ വിധി പറയും. ഈ കേസിൽ ഏറ്റവും പ്രധാനമായും ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് കേട്ടറിവ് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കൊലപാതകം. ഒരാളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഈ മൈതാനത്ത് പന്ത് പോലെ ഈ തല തട്ടിക്കളിച്ച് മറ്റൊരു വളപ്പിലേക്ക് തട്ടിയിടുന്നു. ഇത്തരത്തിലാണ് കുറ്റപത്രം പറയുന്നത്. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ആ കേസിൽ 6 പേരാണ് ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 2 പേരെ വെറുതെ വിട്ടിരുന്നു. ഈ കേസിൽ ഏറ്റവും പ്രധാനം ഈ 1-ാം പ്രതി സിദ്ദിഖ് എന്ന് പറയുന്ന മൊഗ്രാൽ സ്വദേശി സിദ്ദിഖ് BJP നേതാവ് ദയാനന്ദനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. അതുപോലെ തന്നെ ഫാറൂഖ് 2 കൊലപാതക കേസുകളിലെ പ്രതിയാണ്. കൊല്ലപ്പെട്ട അബ്ദുൾ സലാമും ഇതുപോലെ കുമ്പള മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ മകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. ഇത്തരത്തിൽ വലിയ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള സംഘമാണ് ഈ കൃത്യം നടത്തിയതും അതുപോലെ തന്നെ ഈ കൊലപാതകത്തിന് ഇരയായതും. മണലെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കവും ഒപ്പം ഈ സിദ്ദിഖിന്റെ വീട്ടിൽ കയറി കുടുംബത്തെ ഭീഷണിപ്പെടുത്തി എന്ന ഒരു കാര്യവുമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കുമ്പള CI ആയിരുന്ന VV മനോജ്, ഇപ്പോൾ അദ്ദേഹം ബേക്കൽ DYSP ആണ്. അദ്ദേഹമാണ് ഈ കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 53 സാക്ഷികളുള്ള ഈ കേസിൽ 16 തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി, ഒപ്പം ചോരപുരണ്ട വസ്ത്രങ്ങൾ, ഇതൊക്കെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്തായാലും ഈ പ്രതികൾ 6 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇവർക്ക് എന്ത് ശിക്ഷ നൽകുമെന്നാണ് നമുക്കിനി അറിയേണ്ടത്. 12 മണിയോടുകൂടി തന്നെ ഇത് സംബന്ധിച്ച വിധി ഉണ്ടാകും. 2017 ഏപ്രിൽ 30-നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഏവരെയും ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടായത്. കഴുത്തറുത്ത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴുത്തറുത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം ആ തല ഇത്തരത്തിൽ മൈതാനത്ത്, അതായത് മൊഗ്രാൽ മൈതാനത്ത് വെച്ചാണ് ഈ കൊലപാതകം നടന്നത്. അവിടെ മൈതാനത്ത് ഈ തല ഈ പന്ത് തട്ടിക്കളിക്കുന്ന പോലെ ഇവർ തട്ടിക്കളിച്ച ശേഷം സമീപത്തെ ഒരു വളപ്പിലേക്ക് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. അത്തരത്തിൽ അതിക്രൂരമായി നടത്തിയ കൊലപാതകമാണ്. ഏതായാലും 12 മണിയോടുകൂടി തന്നെ ഈ കേസിൽ വിധി ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭവ്യ, ശരി. KV ബൈജുവാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. മുൻ മന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസ് തിരുവനന്തപുരം നെടുമങ്ങാട് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. വർഷങ്ങളായി വിചാരണ മുടങ്ങിക്കിടക്കുന്ന കേസാണ് കോടതി പരിഗണിക്കുന്നത്. വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഈ കേസ് MP-മാർക്കും MLA-മാർക്കും എതിരായ കേസുകൾ കേൾക്കുന്ന കോടതിയുടെ പരിഗണനയിൽ വരുന്നതാണ് എന്നാണ് ആന്റണി രാജുവിന്റെ അഭിഭാഷകന്റെ വാദം. ഇക്കാര്യം വ്യക്തമാക്കി ആന്റണി രാജു നൽകിയ അപേക്ഷ തള്ളിയാൽ വിചാരണ തീയതി തീരുമാനിക്കും. പോലീസിനെ വെല്ലുവിളിച്ച ഗാലാഡി കൊച്ചി. പുതുവത്സരത്തോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി വെളി ഗ്രൌണ്ടിൽ സ്ഥാപിച്ച പാപ്പാഞ്ഞിയെ മാറ്റില്ലെന്ന നിലപാടിലാണ് സംഘാടകർ. സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ഗാലാഡി ഫോർട്ട് കൊച്ചി ക്ലബ് സ്ഥാപിച്ച പാപ്പാഞ്ഞിയെ നീക്കം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകിയത്. രാത്രി 7 മണിക്ക് ഉദ്ഘാടനം നടത്തുമെന്നും ക്ലബ് ഭാരവാഹികൾ പറയുന്നു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, എന്ത് കാരണം കൊണ്ടാണ് പോലീസ് ഈ പാപ്പാഞ്ഞിയെ മാറ്റണമെന്ന് പറയുന്നത്? എന്ത് കാരണം കൊണ്ടാണ് ഈ പാപ്പാഞ്ഞിയെ മാറ്റില്ല എന്ന് പറയുന്നത്?
ഭവ്യ, സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് പോലീസ് ഇങ്ങനത്തെ, അതായത് 2 പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ബുദ്ധിമുട്ടാകും, തടസ്സമാകും എന്നുള്ളതാണ് മട്ടാഞ്ചേരി SP നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട്, കാരണം ഇവർ ഗാലാഡി കൊച്ചിയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട്, അതായത് പാപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള അനുവാദം തേടി പോലീസിൽ അനുവാദം തേടിയത്. അതേസമയം പോലീസ് അത് നിരാകരിക്കുന്ന സാഹചര്യം മാത്രമല്ല, കാർണിവൽ കൊച്ചിക്ക് മാത്രമാണ് പാപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നതെന്നും ഇവർക്ക് നൽകിയിരിക്കുന്ന നോട്ടീസിൽ പറയുന്നുണ്ട്. 18-12 നൽകിയിരിക്കുന്ന നോട്ടീസിലാണ്. അതേസമയം കഴിഞ്ഞ വർഷവും ഇതേ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയും അത് പോലീസിന്റെ നിർദ്ദേശം ഇവരനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. അതായത് സംഘർഷങ്ങൾ ഒഴിവാക്കുക, മറ്റു സാഹചര്യങ്ങൾ ഒഴിവാക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എല്ലാ തവണയും പോലീസ് ഇങ്ങനെ കാർണിവൽ കൊച്ചിക്ക് വേണ്ടി മാത്രം കോംപ്രമൈസ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു ആരോപണവും ശക്തമാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ SP നമ്മളോട് പറഞ്ഞതനുസരിച്ചിട്ട് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതായത് പോലീസ് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ട സാഹചര്യം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടുള്ള പ്രോട്ടോകോൾ നമുക്കറിയാം, പുറത്തുള്ള പ്രോഗ്രാമുകൾ തടഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ പണം നൽകിയിട്ടുള്ള പ്രോഗ്രാമുകൾക്ക് മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത്. അത് അടച്ചിട്ട സംവിധാനങ്ങളിൽ മാത്രമാണ് ഇത്തരം പ്രോഗ്രാമുകൾക്കൊക്കെ അനുവാദം നൽകിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇവിടെ കൊച്ചിയെ സംബന്ധിച്ചിട്ടും പശ്ചിമ കൊച്ചിയെ സംബന്ധിച്ചിട്ടും ഏറ്റവും വലിയ ന്യൂ ഇയർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ന്യൂ ഇയർ ആഘോഷം എന്ന് പറയുന്നത് ഈ ഫോർട്ട് കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് തുടക്കമിടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ കഴിഞ്ഞ 10 ദിവസമായി ഈ ഒരു ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് 10 ദിവസമായി കാർണിവൽ നടക്കും, ഈ ഫെസ്റ്റ് നടക്കും. ഇത് ഒരു സംഘടന മാത്രമല്ല നടത്തുന്നത് എന്നുള്ള ആരോപണവുമുണ്ട്. അപ്പോൾ ഈ ഒരു സംഘടനയ്ക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അനുമതി നൽകുന്നത് എന്നാൽ ഗാലാഡി കൊച്ചിയുടെ ആളുകൾ നമ്മളോടൊപ്പം ബെനിച്ചേട്ടാ, ഇത് നിങ്ങൾക്ക് ഈ ഒരു നോട്ടീസ് നൽകുന്ന സാഹചര്യത്തിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഈ ഒരു പ്രത്യേക സംഘടനയ്ക്ക് മാത്രമേ അത് നൽകാനുള്ള അനുവാദമുള്ളൂ എന്ന് നോട്ടീസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണയും ഈ ഒരു സാഹചര്യത്തിൽ വന്നിരുന്നു. അത് നിങ്ങൾ പോലീസുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുന്ന സാഹചര്യമാണ്. പക്ഷേ ഇത്ര അധികം പണം മുടക്കി ഈ 50 അടിയിലധികം ഉയരമുള്ള ഒരു പാപ്പാഞ്ഞി ഇത് നിർമ്മിക്കുന്നു. അതിവിടുത്തെ പ്രേമികളായ ആളുകളുടെ ഒരു സഹകരണത്തോടു കൂടി അത് എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്കാണോ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്? രണ്ട് പോയിന്റാണ് ഇതിൻ്റെ അകത്ത്. ഒന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒന്ന് പശ്ചിമ കൊച്ചിയിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ നടത്തുന്ന സംഘാടകരാണ് ഗാലാഡി. അത് പശ്ചിമ കൊച്ചിയിൽ വേറെ ആരും ചെയ്യുന്നില്ല. ഒന്ന്. 2 പപ്പകളെ കത്തിക്കുന്നത് അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഒരു 200-ൽ കൂടുതൽ പപ്പകളെ ഫോർട്ട് കൊച്ചിയുടെയും പശ്ചിമ കൊച്ചിയുടെയും വിവിധ ഭാഗങ്ങളിൽ കത്തിക്കുകയാണ്. കഴിഞ്ഞ വർഷം പോലീസ് ഇതേ സമീപനം സ്വീകരിക്കുമ്പോൾ പോലീസ് പറഞ്ഞത് അങ്ങേയറ്റം ശിരസ വഹിച്ചവരാണ് ഞങ്ങൾ. അന്ന് വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കത്തിച്ചില്ല. അതിനുശേഷം നോക്കൂ, 2023-ൽ പപ്പാഞ്ഞിയെ കത്തിക്കരുത് എന്ന് പറയുന്നു, 2024-ൽ പപ്പാഞ്ഞിയെ വെക്കണ്ട എന്ന് പറയുന്നു. അത് 250 പപ്പകൾ കത്തുമ്പോൾ ഒരെണ്ണം മാത്രമാണ് അങ്ങനെ കാണുന്നത്. എന്നാൽ ഈ സംഘാടകർ ചെയ്യുന്ന കാര്യം എന്താ? 10 ദിവസം നീണ്ടു നിൽക്കുന്ന കുഞ്ഞുങ്ങളും മാതാപിതാക്കളും വിവിധ വിധത്തിലുള്ള ജാതി മതഭേദം എല്ലാവരും ഇവിടെ വന്ന് നിൽക്കണില്ല. ഇന്നലെ മാത്രം 25,000 പേരുണ്ടല്ലോ. ഇന്ന് രാത്രി നിങ്ങളിത് കാണണം. ഞങ്ങൾ പോലീസിനോട് 18 അങ്ങ് പറഞ്ഞ പോലെ 18-12 ഞങ്ങൾക്കൊരു നോട്ടീസ് തരുന്നു. ആ നോട്ടീസ് റിമൂവ് ചെയ്യാൻ പറയുന്നു. തുടർന്ന് ഞങ്ങൾ നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരു നോട്ടീസിന് മറുപടി കൊടുക്കണം, അതാണ് പൊതുമര്യാദ എന്ന് പറയുന്നു. ഞങ്ങൾ മറുപടി കൊടുക്കുന്നു. മറുപടി 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങളത് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷവും ഇന്ന് 23-ാം തീയതി അങ്ങ് സംസാരിക്കുമ്പോൾ ഈ സമയത്ത് പോലും പോലീസ് ഞങ്ങളെ വിളിക്കുകയോ ചർച്ചയ്ക്ക് വിളിക്കുകയോ ഞങ്ങളെ കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞങ്ങൾ അങ്ങയോട് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഞങ്ങളുടെ സാന്റാ റാലികൾ ഏകദേശം 200 പേര് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതൊന്ന് ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജനറൽ ബോഡി യോഗം കൂടിയതിന് ശേഷം വളരെ പക്വതയായ ഒരു തീരുമാനം എടുത്തത്, നമ്മൾക്ക് നോട്ടീസ് വന്ന് നമ്മൾ മറുപടി കൊടുത്തു. ആ മറുപടിയെ നമ്മളെ വിളിച്ച് വേറെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയാത്തോളം കാലം നമുക്കിതായിട്ട് മുന്നോട്ട് പോകണം. കഴിയുന്നത്ര സമാധാന അന്തരീക്ഷം ഉണ്ടാക്കി ഇന്ന് ജനങ്ങളെ ആകെ പങ്കെടുപ്പിച്ച് നമ്മൾ വൈകുന്നേരം 6:30-നും 7 മണിക്കും ഇടയിൽ ഇത് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. 200-ഓളം പപ്പകളെ കത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗാലാഡി കൊച്ചിയുടെ പപ്പ മാത്രം മാറ്റണമെന്ന് പറയുന്ന ഒരു അവസ്ഥയാണല്ലോ, അങ്ങനെ ഒരു സാഹചര്യമാണല്ലോ പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ എന്താണ് അതിൻ്റെ പിന്നിലുണ്ടാവുക? അതല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ അണിയറയിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ സംശയങ്ങളോ അങ്ങനത്തെ ആരോപണങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഗാലാഡി 100% ഉണ്ടല്ലോ. ഞങ്ങൾക്ക് തന്നെ നോട്ടീസിൽ തന്നെ അതുണ്ടല്ലോ.
അങ്ങ് പറഞ്ഞപ്പോൾ തന്നെ അതുണ്ടല്ലോ. ഞങ്ങൾക്കിപ്പോൾ അതിപ്പോൾ ആര് നമ്മളോട് ശത്രുത കാണിച്ചാലും ഞങ്ങൾ ശത്രുതക്കേയില്ല, ഞങ്ങൾക്ക് അത്ര ശത്രുക്കളേ ഇല്ല. പക്ഷേ ഞങ്ങൾ കാണുന്നത് ഇന്നലെ 2024 22-ാം തീയതി ഇത് കാണാൻ വേണ്ടി വന്നവരുടെ എണ്ണം 25,000 പേരാണ്. പോലീസിനെ വെല്ലുവിളിച്ച് ഗാലാഡി കൊച്ചി പുതുവത്സരത്തോടനുബന്ധിച്ച ഫോർട്ട് കൊച്ചി വെള്ളി ഗ്രൌണ്ടിൽ സ്ഥാപിച്ച പാപ്പാനിയെ മാറ്റില്ലെന്ന നിലപാടിലാണ് സംഘാടകർ. പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എ വിജയരാഘവന്റെ പരാമർശത്തിൽ സിപിഎമ്മിനെതിരെ കടുത്ത വിമർശനവുമായി കെ വിഭാഗം സംസ്ഥാന മുഖപത്രമായ സുപ്രഭാതം. ബിജെപിയെ പോലെ പരസ്യമായി സിപിഎം നേതാക്കളും ഹിന്ദുത്വ അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്നും പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നുവെന്നുമാണ് വിമർശനം. മുസ്ലിം വിരുദ്ധതയുടെയും വെറുപ്പിന്റെയും ബഹിർസ്ഫുരണമാണ് വിജയരാഘവനിലൂടെ പുറത്തുവന്നത്. വിജയരാഘവന്മാരെ തിരുത്താൻ പാർട്ടി തയ്യാറായില്ല എങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണ് സംഘപരിവാർ കൂടാരത്തിലേക്ക് ഒലിച്ചുപോകുമെന്നും മുഖപത്രത്തിൽ വിമർശിക്കുന്നു. MS അനീഷ് കുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, വലിയ വിമർശനം കഴിഞ്ഞ ദിവസം തന്നെ എ വിജയരാഘവനെതിരെ വന്നിരുന്നു. ഇപ്പോൾ ഇതാ കെ വിഭാഗം സംസ്ഥാന മുഖപത്രത്തിൽ കൂടി വലിയ വിമർശനമുണ്ടാകുന്നു. എന്തൊക്കെയാണ് മുഖപത്രത്തിൽ പ്രധാനമായും പറയുന്നത്? ഭവ്യ, വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുള്ള വിമർശനമാണ് വർഗീയ ചുവയോടുകൂടി വിജയരാഘവൻ നടത്തിയതെന്ന വിമർശനം ഉയർന്നിരിക്കുന്നത്. ഇതിൽ UDF നേതാക്കൾ നേരത്തെ തന്നെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. മുസ്ലിം ലീഗും പ്രതികരണം നടത്തി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത വിമർശനവുമായി സമസ്ത മുഖപത്രമായ സുപ്രഭാതവും രംഗത്തെത്തിയിരിക്കുന്നത്. BJPയെ പോലെ പരസ്യമായി CPM നേതാക്കളും ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുത്വ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നത്. പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനായി മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുകയാണ് CPM ചെയ്യുന്നത്. എ വിജയരാഘവന്റെ പരാമർശം സംഘപരിവാർ ഏറ്റെടുത്ത് ആഘോഷിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. മുസ്ലിം വിരുദ്ധതയുടെയും വെറുപ്പിന്റെയും ബഹിർസ്ഫുരണമാണ് വിജയരാഘവനിലൂടെ പുറത്തു വരുന്നത്. പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതു മുതലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നത്. സംഘപരിവാർ ഒരുക്കുന്ന രാഷ്ട്രീയം പറയുന്നത് ആവരുത് CPMന്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നു. ഇസ്ലാമോഫോബിയ വളർത്തുന്ന CPM നേതാക്കളുടെ പ്രസ്താവന ആത്യന്തികമായി BJPക്കാണ് ഗുണം ചെയ്യുക. വിജയരാഘവന്മാരെ തിരുത്താൻ പാർട്ടി തയ്യാറായില്ലെങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണ് സംഘപരിവാർ കൂടാരത്തിലേക്ക് ഒലിച്ചു പോകും എന്നും സുപ്രഭാതം പറയുന്നു. നേരത്തെ 1980-കൾ മുതൽ CPM സ്വീകരിച്ചു വരുന്ന നിലപാടുകളെ കുറിച്ചും കൃത്യമായി മുഖപത്രം വിശദീകരിക്കുന്നു. പ്രത്യേകിച്ചും ഷവാസ് ബാനു കേസിന്റെ ചുവട് പിടിച്ച് അതിൽ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന EMSന്റെ നിലപാടുകളും പിന്നീട് ഏക സിവിൽ കോഡിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യവും ഒക്കെ പറയുന്നു. ഒപ്പം ഈ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം മുസ്ലിം വിഭാഗത്തിലുണ്ടായ സംഘടനകളുണ്ടായ ഭിന്നതകളെ കുറിച്ചുമൊക്കെ ഈ മുഖപത്രം പറയുന്നുണ്ട്. ശരി, അനീഷ ദയവായി തുടരുക. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. MS അനീഷ് കുമാർ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ആശ്വാസ വാർത്ത വരുന്നുണ്ടോ? കോഴിക്കോട് നിന്ന് എന്താണ് അറിയാൻ സാധിച്ചത്? പുരോഗതിയുണ്ടോ ആരോഗ്യനിലയിൽ? ആരോഗ്യനിലയിൽ വലിയ പുരോഗതി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മരുന്നുകളോട് ഇപ്പോഴും പ്രതികരിക്കുന്നു എന്നതാണ്, അല്ലെങ്കിൽ നേരിയ രീതിയിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നതാണ് അനുകൂല ഘടകം. ആരോഗ്യനില മോശമാവുകയോ കൂടുതൽ മെച്ചപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ്. ഇതിനുശേഷം ഇന്നലെ ആരോഗ്യ സംഘം പ്രത്യേക യോഗം ചേർന്നിരുന്നു. ഏത് തരത്തിലാണ് ഇനി ചികിത്സ മുന്നോട്ട് പോകേണ്ടതെന്ന് സംബന്ധിച്ച ആശയവിനിമയം നടത്തിയിരുന്നു. ഇന്നും അത്തരത്തിലുള്ള ഒരു യോഗം ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹം അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ അങ്ങേയറ്റം ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെതിരെ അധ്യാപകനും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഹക്കീം ബെണ്ണക്കാട്. അന്വേഷണം വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലെന്നാണ് വിമർശനം. MS സൊല്യൂഷനിൽ നിക്ഷേപിച്ച പണച്ചാക്കുകൾ അന്വേഷണത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായും CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ സെക്രട്ടറി ഹക്കീം ബെണ്ണക്കാട് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. വലിയ പണക്കാരായ ആളുകള് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് MS സൊല്യൂഷനിൽ. അപ്പൊ അവരും കൊടുവള്ളിയിൽ എല്ലാവരും കൂടി ഒരു കോക്കസും കൂടി ചേർന്നിട്ട് ഇത് വേണ്ട രീതിയിൽ അന്വേഷിക്കരുതെന്ന് ക്രൈംബ്രാഞ്ചിന്റെ മേലൊരു സമ്മർദ്ദമുണ്ട്. അവരെല്ലാരും കൂടിങ്ങാനിട്ട് ഒരു സമ്മർദ്ദം കൊടുക്കുന്നുണ്ട് ഈ ക്രൈംബ്രാഞ്ചിന്റെ മുകളില്. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകും. അനീഷ, ഈ ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നത് CPM ബ്രാഞ്ച് സെക്രട്ടറി തന്നെയാണ്.
തീർച്ചയായും CPM ബ്രാഞ്ച് സെക്രട്ടറി എന്നതിലുപരി അദ്ദേഹം ഈ AKPT, അതായത് CPMന്റെ കീഴിലുള്ള അധ്യാപക സംഘടനയുടെ അംഗം കൂടിയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ ഈ MS സൊല്യൂഷൻസിന്റെ ഉടമയായ ഷുഹൈബ് വളരെ മോശകരമായ രീതിയിൽ സംസാരിക്കുകയും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ഈ അന്വേഷണം തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നീക്കങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നില്ല. ഒപ്പം തെളിവുകൾ പൂർണ്ണമായും നശിപ്പിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ തന്നെ അദ്ദേഹം മുൻകൂർ ജാമ്യ ഹർജിയുമായി ഈ ഷുഹൈബ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അനുകൂല നിലപാടുണ്ടാവുകയും ഈ ഷുഹൈബിന് ജാമ്യം പോലും ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും നീങ്ങുകയാണ്. ഒളിവിൽ കഴിയുമ്പോഴും മാധ്യമങ്ങളുമായി സംസാരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഷുഹൈബിന് നടക്കുന്നുണ്ട്. അപ്പോഴും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യമാണ് പറയുന്നത്. ഈ നിരവധി ഡയറക്ടർമാരാണ് കൊടുവള്ളി മേഖലയിലെ സമ്പന്നരായ ആളുകൾ ഷുഹൈബിന്റെ പിന്നിലുണ്ട്. അവർ രാഷ്ട്രീയ സ്വാധീനം ചുരത്തിയാണ് ഈ കേസ് അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നത്. എന്തായാലും തെളിവ് നശിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട് ഷുഹൈബ്. അതിനുള്ള അനുകൂല സാഹചര്യം ക്രൈംബ്രാഞ്ച് സൃഷ്ടിച്ചു കൊടുക്കുകയാണെന്നും ഇദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അയ്യനെ കാണാൻ തീർത്ഥാടക പ്രവാഹം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. രാവിലെ 8 മണിവരെ 31,821 പേർ മല കയറി. ഇന്നലെ 87,218 പേരാണ് ദർശനം നടത്തിയത്. മണ്ഡല പൂജയ്ക്കായുള്ള മുന്നൊരുക്കങ്ങൾ സന്നിധാനത്ത് തുടരുകയാണ്. തങ്കയങ്കി ഘോഷയാത്ര മറ്റന്നാൾ വൈകുന്നേരം സന്നിധാനത്തെത്തും. ശബരിമലയിൽ വലിയ തിരക്ക് ഇന്നും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെയും വലിയ തിരക്കായിരുന്നു, ഇന്ന് രാവിലെയും അതേ തിരക്ക് തുടരുന്നു. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാലും അത് തന്നെയാണ്. ഇന്നലെ ഏതാണ്ട് 87,000-ഓളം ഭക്തരാണ് ശബരിമല സന്നിധാനത്ത് ദർശനത്തിന് എത്തിയത്. ഇന്ന് രാവിലെയും അതിന് യാതൊരു മാറ്റവുമില്ല. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെയുള്ള തിരക്ക് ഇന്നും തുടരുന്ന കാഴ്ചയാണ്. 87,218 ഭക്തർ ഇന്നലെ രാത്രി 12 മണി വരെ മല കയറിയെങ്കിൽ ഇന്ന് രാവിലെ 8 മണി വരെ അത് 31,821 ആണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ഏതാണ്ട് 90,000-അടുത്ത് അല്ലെങ്കിൽ 90,000 കഴിയുന്ന രീതിയിലുള്ള ഒരു തിരക്കിലേക്ക് ശബരിമല സന്നിധാനത്തെ തിരക്ക് മാറുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴും ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലത്തെ ഈ 87,000 തിരക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ 90,000-ഓളം എത്തിയില്ലെങ്കിൽ പോലും ഒരു ഞായറാഴ്ച ദിവസം ഇത്രയും തിരക്ക് ഇത് ആദ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് പ്രത്യേകിച്ച് ഈ ഒരു മണ്ഡല പൂജയുമായി ബന്ധപ്പെട്ട അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമായാണ് ആ ഒരു തിരക്ക് എന്ന് തന്നെ പറയാം. എന്തായാലും ഇനിയുള്ളത് മണ്ഡല പൂജയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. തങ്കയങ്കി മറ്റന്നാൾ സന്നിധാനത്തെത്തും. ഉച്ചയ്ക്ക് ദേവസ്വം മന്ത്രി VN വാസവൻ പമ്പയിൽ തങ്കയങ്കിയെ സ്വീകരിക്കും. തുടർന്ന് ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് TJ സജിത്തെത്തും. അല്ലു അർജുൻ്റെ വീട്ടിലേക്ക് ഉസ്മാനിയ സർവകലാശാലയിലെ സംയുക്ത വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയും അവർ വീട്ടിലേക്ക് ആദ്യം തക്കാളി വലിച്ചെറിയുകയും അതോടൊപ്പം തന്നെ പിന്നീട് വീടിനുള്ളിൽ കടന്നു കയറി വീടിൻ്റെ കോമ്പൗണ്ടിൽ കടന്നു കയറി അവിടുത്തെ ചെടിച്ചട്ടികളൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. അല്ലു അർജുൻ്റെ ആ സമയത്ത് അല്ലു അർജുൻ വീട്ടിലുണ്ടായിരുന്നില്ല. വീടിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ ഉസ്മാനിയ സർവകലാശാലയിലെ സമരക്കാരായ വിദ്യാർത്ഥികളും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. അവിടെ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവരെ 6 പേരെ പോലീസിൻ്റെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. ഇവർ പ്രധാനമായും ഉന്നയിച്ച ആവശ്യം ഈ മരണമടഞ്ഞ സ്ത്രീക്കും അവരുടെ മകനിപ്പോൾ 9 വയസ്സുകാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവർക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ്. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് അല്ലു അർജുൻ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെയും ആ തുക ലഭ്യമായിട്ടില്ലെന്നും പ്രതിഷേധക്കാർ പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം കിട്ടിയോ ഇല്ലയോ എന്ന സ്ഥിരീകരണം നമുക്ക് എന്തായാലും വ്യക്തമല്ല. അവിടെ പ്രതിഷേധക്കാർ പറയുന്ന അങ്ങനെ 25 ലക്ഷം രൂപ ഇതുവരെയും കിട്ടിയിട്ടില്ല. 1 കോടി രൂപ നൽകാൻ തയ്യാറാണോ? ഇതിനിടയിലാണ് സുപ്രധാനമായ ഒരു പോലീസ് റിപ്പോർട്ട് കൂടി വരുന്നത്. ഈ പോലീസ് റിപ്പോർട്ട് നടൻ അല്ലു അർജുനെ എതിരെയുള്ള ഗുരുതരമായ ഒരു കുറ്റാരോപണം കൂടിയാണ്.
ഇങ്ങനെ അല്ലു അർജുൻ സിനിമാ തിയേറ്ററിൽ എത്തുകയും സിനിമാ തിയേറ്ററിനുള്ളിൽ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് പുറത്ത് വലിയ തിക്കിലും തിരക്കും ഉണ്ടായി. അവിടെ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ അവരുടെ മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു, 9 വയസ്സുകാരന് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തത്. ഈ വിവരം പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നേരിട്ട് എന്ന് അല്ലു അർജുനെ അറിയിച്ചിരുന്നു. പക്ഷേ അല്ലു അർജുൻ സിനിമ കണ്ടു കഴിയട്ടെ എന്നുള്ള ഒരു മറുപടിയാണ് നൽകിയത്. പുറത്തേക്ക് ഇറങ്ങണം എന്നാവശ്യപ്പെട്ടെങ്കിലും അല്ലു അർജുൻ അതിന് തയ്യാറായില്ല. പിന്നീട് DGP തന്നെ നേരിട്ടെത്തി അല്ലു അർജുനെ പുറത്തേക്ക് അടിയന്തരമായി 10 മിനിറ്റിനുള്ളിൽ പുറത്തിറങ്ങിയാൽ മതിയാവൂ എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും ഈ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആരാധകരെ ഒരു കാരണവശാലും അവരെ കാണരുത് എന്നുള്ള കർശനമായ നിർദ്ദേശവും അല്ലു അർജുൻ നൽകിയിരുന്നുവെന്നും പറയുന്നു. പക്ഷേ വീണ്ടും ഈ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ആരാധകർക്ക് നേരെ കൈവീശിക്കൊണ്ട് അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അല്ലു അർജുൻ പോയത് എന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇങ്ങനെ ഇത് ശരിയാണ് എങ്കിൽ അല്ലു അർജുനെ സംബന്ധിച്ച്